പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ആവിയിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് റവയിലേക്ക് ഏത് കപ്പിലാണോ റവ എടുത്ത് അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. 15-20 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് റവ മാറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പൊട്ടറ്റോ ഞാനിവിടെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലതുപോലെ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2-3 പച്ചമുളക്. ഇത് എരിവില്ലാത്തതുകൊണ്ട് ഞാൻ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് ഉള്ളതാണെങ്കിൽ ഒരെണ്ണമൊക്കെ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മാവ് ഈ പരുവത്തിലായിരിക്കേണ്ടത്. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു കൈപ്പിടി തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാൻ എടുക്കാം. കേക്കൊക്കെ തയ്യാറാക്കുന്ന പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് നമുക്ക് ആ പാനിൽ എല്ലാം ഒന്ന് പുരട്ടി കൊടുക്കാം. എല്ലാം പുരട്ടിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അപ്പോൾ വെള്ളം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മാവെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂണ് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത്. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചതും ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ചാലിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചാലിച്ചെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയിട്ട് നമുക്കിത് വെന്താന്ന് നോക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പിൽ നിന്ന് മാറ്റാം. ഞാനൊരു കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുളക് പൊടിയും എല്ലാം സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കൂട്ടില്ലേ, അത് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് നമുക്കിത് വെച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ഓയിലൊന്നും ചേർക്കുന്നില്ല നമ്മൾ. ഈ മുകൾ ഭാഗത്ത് നമുക്കിതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നല്ലൊരു എരിവും ചെറിയൊരു പുളിയൊക്കെ കിട്ടും. എരിവും ഉണ്ട്, പുളിയും ഉണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇനി നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ സംഭവം ഇവിടെ സെറ്റാണ്. ഇനി ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ച് കഴിക്കാവുന്നതാണ്. ഒരു വശം ആ പൊടിയുടെ പച്ചമണമെല്ലാം മാറി നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മറുവശം അതുപോലെ തന്നെ നമുക്ക് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ 2 വശവും നമ്മൾ മുരിയിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തൊന്ന് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാം. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.